മോളെ ധാരാ വരുന്ന നോക്കി. മോളത് മുത്തച്ഛൻ. അല്ല, ഇതാര് മുത്തച്ഛന്റെ ചിങ്കിടിക്കുട്ടിയാ? ഒരു പുതിയ ചിങ്കിടു. ഞാൻ വിളിക്ക ചിന്നൂന്ന. ശാന്തേട്ടൻ പാറൂന്നു. ആ പേരൊന്നും എന്റെ മോക്ക് വേണ്ട. മോക്ക് വേണ്ടിയ പേര് മുത്തശ്ശൻ തന്നെ പറയാം. ശാന്തി. ഓ സോറി, കാര്യമില്ലാതെ ഞാൻ ശാന്തി ഓർപ്പിച്ചു അല്ലേ? സ്നേഹത്തോട് വിളിച്ചു നടന്നൊരു പേരല്ലേ. മോക്കൊരു പേരാലോചിച്ചപ്പോ ആദ്യം ഓർത്ത അവളെയാ. അവള് വിവരമില്ലാതെ വല്ലതും കാണിച്ചു എന്ന് വെച്ച് നമുക്ക് അവളെ ഒഴിവാക്കാൻ പറ്റുമോ? പാവം കുട്ടി. ഇപ്പൊ അവൾ എവിടെയാണോ എന്തോ. കല്യാണം കഴിയുമ്പോ ഞങ്ങളൊക്കെ മറക്കരുത് കേട്ടോ. മോളെ, മോളിത് കണ്ടോ? രാഖിമോളുടെ കല്യാണത്തിന് വാങ്ങിച്ച തുണിയാ. നല്ല ചേർച്ചയുണ്ട്. കാണുമ്പോ ഇപ്പൊ തന്നെ ഞാൻ കെട്ടണമെന്ന് തോന്നുന്നുണ്ടോ? മോളെ, കല്യാണ പെണ്ണാവാൻ പോകുന്ന അച്ഛന്റെ മോളെ അച്ഛനൊന്ന് നന്നായി കണ്ടോട്ടെ. എന്താ റാഖി അവർ കൊണ്ടുപോയി. ഇവരോടെന്നെ വിടാൻ പറയും. ഇവരെന്നെ പിടിച്ചോണ്ട് വന്നതാ. അതെയോ? കഷ്ടം. എന്ത് ദ്രോഹമാ നിങ്ങളീ കാണിച്ചത്? മോളുവാ. ആവശ്യം കഴിഞ്ഞാൽ കൊന്നു കൊക്കയിലെറിഞ്ഞേക്കണം. എന്നെ തിരിച്ചറിഞ്ഞ മുതലാളി. അതെ, കണ്ണു തുറന്ന് കണ്ടോളൂ. നിങ്ങളുടെ കാണപ്പെട്ട ദൈവം അതാ. ഓർക്കപ്പുറത്തായാലും ഒരു കടം വീടി ഇനിയും ബാക്കിയുണ്ട്. ആ കടം വീട്ടിലാണ്
ഇനി എന്റെ ജീവിതം. മോളെ, ഈ കാപ്പിയും കുടിച്ചു. അയ്യോ, പോലീസ്! വേണ്ട മാരേട്ടാ, ഞാൻ കാരണം. അയ്യോ, ഇവിടെ വെക്കണ്ട മോളെ. മോളെ സാർ, ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഒരു കൊലപാതകം നടന്നു നിങ്ങൾക്കറിയോ? ചോദിച്ചു കേട്ടില്ലേ? ഞങ്ങൾക്കറിയില്ല. അറിയും. നിങ്ങളിൽ ആരുമാണോ ചെയ്തത്? അതാണ് എനിക്ക് കിട്ടിയ വിവരം. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോണം സാറേ. അതെന്നെ പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ മന്ത്രി രാജശേഖരനെ കൊന്നത്? പറയാൻ. സാറേ, ഞാനാ കൊന്നത്. അല്ല സാർ, ഞാനാ കൊന്നത്. അല്ല സാർ, ഞാനാ കൊന്നത്. അല്ല സാർ, പറയിക്കാൻ ഞങ്ങൾക്കറിയാം. Stop it! I said stop it! നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ വേണ്ട. മോഷ്ടിക്കാൻ ശ്രമിച്ചോ പറഞ്ഞെന്തിനാ? നിരപരാധികളെ ഉപദ്രവിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത്. നിരപരാധിയാണോ അല്ലോ എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതിയോ? ഓ, സ്വന്തക്കാരെ കണ്ട ഉടനെ തറവാട് ഓർമ്മ ഒന്നുമല്ലേ? അതിലെനിക്ക് അഭിമാനക്കുറവില്ല സാർ. മന്ത്രിയുടെ കൊലക്കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിൽ തളവാട്ടം പിടിച്ചാ തൊപ്പി പോവും. അന്വേഷണം നടക്കുന്നുണ്ട് സാർ. 1-2 ദിവസത്തിനുള്ളിൽ കൊലയാളിയെ പിടികൂടും. അതൊക്കെ പത്രക്കാരോട് പറഞ്ഞാൽ മതി. നമ്മൾ തമ്മിൽ ആ ഭാഷ വേണ്ട. മേലിൽ ഈ തെറ്റ് ആവർത്തിക്കരുത്. ശാന്തപ്പൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാൽ മതി. ഗിരിജന ഉദാഹരണം വേണ്ട. ശാന്തേട്ടനെ അവർക്ക് മനസ്സിലായോ? ഇല്ല. മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ തളരുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ചെന്നത് ഒന്നിച്ച് കളിച്ചു നടന്നവരെയും താലോലിച്ച് വളർത്തിയവരെയും കുറ്റവാളികളാക്കാൻ. നാണം തോന്നുന്നു. ഏട്ടൻ ഡ്യൂട്ടി ചെയ്തതല്ലേ? അതല്ലല്ലേ. വീണ്ടും അവരെ കണ്ടപ്പോൾ ഇത്രയും കാലം ഞാൻ എന്റെ അച്ഛനമ്മമാരെ കൂടി മറന്നാണ് കഴിഞ്ഞെന്ന് തോന്നിപ്പോവാ. അവർക്ക് ഒരു പുരോഗമനമില്ല. പഴയതിനും കഷ്ട. അതോർത്ത് വെറുതെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാ? കഴിയാവുന്ന സഹായം ചെയ്യാൻ ശ്രമിച്ചാൽ മതിയല്ലോ. വരൂ, കിടക്കാം.